ഹായ്, ഞാൻ സ്നേഹ. എസ് ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, ചില ആളുകൾ ഇഷ്ടം തുറന്നു പറയാൻ മടിച്ചു നിൽക്കുന്നവരുണ്ട്, പേടിച്ച് നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ ഇഷ്ടം എങ്ങനെ തുറന്നു പറയാനായിട്ട് പറ്റും എന്നൊരു ടോപ്പിക്കിനെ കുറിച്ചാണ്. അതായത്, നിങ്ങൾക്ക് ഒരു ആളോട് ഇഷ്ടമുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ സ്ത്രീയോ പുരുഷനോ ആരോ ആയിക്കോട്ടെ, ഒരാളോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ പേടി കാണിക്കുന്നുണ്ടെങ്കിൽ ആ പേടി മാറ്റാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും? കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. അതിലൂടെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഭയം എന്നുള്ള സംഭവം മാറി കിട്ടുകയും തുടർന്ന് നിങ്ങൾക്ക് ആ ഒരാളോട് നിങ്ങളുടെ ഇഷ്ടം തുറന്ന് പറയാനായിട്ട് സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മുടെ പേടി കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പേടി ഉണ്ടാവുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത്, നിങ്ങൾ അവരോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങളെക്കുറിച്ച് തെറ്റായി വിചാരിക്കും എന്നുള്ള ചിന്ത കൊണ്ടാണോ, ഒരു ബാഡ് ഇമേജ് വരും എന്നുള്ള ആ ഒരു പേടി കൊണ്ടാണോ, അതല്ലെങ്കിൽ അവർ റിജക്റ്റ് ചെയ്താലോ എന്നുള്ള പേടി കൊണ്ടാണോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതായത്, എന്തിനെയാണ് നിങ്ങൾ പേടിക്കുന്നത്, തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നിങ്ങൾ ഭയക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോൾ ഏകദേശമൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ധാരണ കിട്ടും, ഇന്ന കാര്യം കൊണ്ടാണ് എനിക്ക് ഭയം വരുന്നത് എന്നുള്ളത്. അപ്പോൾ പിന്നീട് നിങ്ങൾക്ക് ആ ഒരു പേടി ഇങ്ങനെ കുറഞ്ഞു വരും. അതായത്, എന്താണ് ഇതിൻ്റെ റീസൺ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ പതിയെ ആ ഒരു പേടി നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ തുറന്ന് പറയണമെന്ന് വിചാരിക്കുന്ന സമയത്തും എന്താണ് നിങ്ങളുടെ ഉള്ളിലുള്ള പേടി എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഇല്ല, കുഴപ്പമില്ല എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, തുറന്നു പറയാൻ പേടി കാണിക്കുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്താണ് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ചിന്തകളെ റീഫ്രെയിം ചെയ്യുക എന്നുള്ളതാണ്. വേറെ ഒന്നല്ല, അവൾ അല്ലെങ്കിൽ അവൻ എന്നോട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ ആ ഒരു ചിന്ത വരുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ഇഷ്ടം തുറന്നു പറയാൻ കഴിഞ്ഞല്ലോ, എനിക്ക് അത് മതി എന്നുള്ളതാണ്. അതായത്, നമ്മളുടെ ഉള്ളിൽ ഈ ഒരു സംഭവം ഇങ്ങനെ വെച്ച് നടക്കുകയാണ്. ഒരാളോടുള്ള ഇഷ്ടം ഒന്ന് തുറന്നു പറയാൻ പറ്റാതെ, ഒന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ അത് ഭയങ്കര ഒരു വെയിറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്, ഒരു ഭാരമാണ് നമുക്ക് എപ്പോഴും അനുഭവപ്പെടുക. എന്നാൽ അതൊന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കത് കുറച്ചൊന്നും നമ്മളതിന്ന് റിലീഫ് ആവുന്നുള്ളതാണ്. അതായത്, നമുക്ക് ഓക്കെ ആയി, സമാധാനമായി, ഇതൊരു തോന്നൽ വരും. അതായത്, പറഞ്ഞു കഴിഞ്ഞല്ലോ, എൻ്റെ ഉള്ളിലുള്ള കാര്യം ഞാൻ തുറന്നു പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇഷ്ടപ്പെടണോ വേണ്ടേ എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ്, അവരുടെ തീരുമാനമാണ്. എന്നാൽ പോലും നമുക്ക് അത് പറയാനായിട്ട് കഴിഞ്ഞു എന്നുള്ള ആ ഒരു സന്തോഷം, സമാധാനവും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുള്ളതാണ്. നിങ്ങൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. എൻ്റെ ഫീലിങ്സ് എന്താണ് എന്നുള്ളത് എനിക്ക് പറയാൻ സാധിച്ചല്ലോ എന്നുള്ള ആ ഒരു ചിന്ത നിങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ നിങ്ങൾ ചിന്തിക്കുക. ഇനിയിപ്പോൾ റിജക്റ്റ് ചെയ്താൽ എന്ത് ചെയ്യും എന്നുള്ള ചിന്ത വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത്, കുഴപ്പമില്ല, എന്നാലും എനിക്ക് തുറന്നു പറയാൻ പറ്റിയല്ലോ, അത് മതി എന്നുള്ള രീതിയിൽ ഒന്ന് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇങ്ങനെ ഇഷ്ടം തുറന്നു പറയുന്നത് ഒരു തരത്തിലൊരു ഗിഫ്റ്റ് ആണ് എന്ന് വേണം നിങ്ങൾ കരുതാനായിട്ട്. അതായത്, നിങ്ങൾ അവരോട് ഇഷ്ടം തുറന്നു പറയുന്ന സമയത്ത് ഇങ്ങനെ ഒരു പേടിയുടെ ആവശ്യമൊന്നും അല്ല നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങളുടെ ഫീലിങ്സ് പറയാൻ പറ്റിയിട്ടുള്ള ഒരു, അതായത് പറയാൻ പറ്റുന്നു, അത് നിങ്ങൾക്കൊരു ഭാഗ്യമാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ കരുതാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഒരിക്കലും ഇത് ഡിമാൻഡ് ചെയ്യലല്ല. അതായത്, നീ എന്നെ സ്നേഹിക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെയൊന്നും നമ്മൾ പറയുന്നില്ല, ഡിമാൻഡ് ചെയ്യുന്നില്ല. ഇവിടെ നേരെ മറിച്ച് നമ്മൾ അഭിപ്രായം പറയുന്നു എന്നുള്ളതാണ്. തീരുമാനിക്കേണ്ടത് അവരാണ്, അവർ തീരുമാനിക്കും. നമ്മൾ നമ്മുടെ ഫീലിങ്സ് തുറന്നു പറയുന്നു. അങ്ങനെ മാത്രം വേണം നിങ്ങൾ ചിന്തിക്കാനായിട്ട്. ഒരു തരത്തിൽ ഇങ്ങനെ പറയാൻ പറ്റാന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്, മാത്രമല്ല അത് അവർക്ക് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ആണെന്നുള്ളത് ചിന്തിക്കുക. ഇപ്പം നമ്മളാണെന്നുണ്ടെങ്കിലും നമ്മളോട് ഒരാൾ നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര സന്തോഷത്തിലാവില്ലേ? ബിക്കോസ് നമ്മളെ ഒരാൾ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരാൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ നമുക്കുള്ള എന്തൊക്കെയോ വളരെ നല്ല രീതിയിലുള്ള കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട് എന്നാണ് അർത്ഥം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മളെ സ്നേഹിക്കുന്നെങ്കിൽ നമ്മൾ കുറേ നല്ല കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുള്ളത്. അത് തന്നെയാണ് ഇവരും ചിന്തിക്കുക. നിങ്ങൾക്ക് അവരെ ഇഷ്ടമാണെന്ന് കേട്ട് കഴിയുമ്പോൾ മേ ബി റിജക്റ്റ് ചെയ്യാതിരിക്കാം, പക്ഷേ എന്നാൽ പോലും അവരുടെ മനസ്സിലൊരു ചിന്ത എന്ന് പറയുന്നത് അവരിൽ എന്തൊക്കെയോ കുറച്ച് പ്രത്യേകതകളുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ അവർ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഗിഫ്റ്റ് ആണ് എന്ന രീതിയിൽ വേണം നിങ്ങൾ എപ്പോഴും മനസ്സിലിങ്ങനെ ചിന്തിക്കാനായിട്ട്. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. അതായത്, ആദ്യമേ തന്നെ ഇങ്ങനെ കയറിയിട്ട് എനിക്ക് നിങ്ങൾ ഇഷ്ടമാണെന്നുള്ളത് ഭയങ്കര ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ പറയാൻ നിൽക്കരുത്, എടുത്ത് ചാടി പറയരുത്. നേരെ മറിച്ച് ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ കൊണ്ടുവരിക. ജസ്റ്റ് നിങ്ങൾ പരിചയപ്പെടുക, അതിനുശേഷം കുഞ്ഞു കുഞ്ഞു കോംപ്ലിമെന്റ്സ് കൊടുക്കുക. എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ചൊക്കെ കെയർ ചെയ്യാൻ തുടങ്ങുക. അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക, ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾ
ഇത് തുറന്നു പറയാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാവുമ്പോൾ അവരെ നിങ്ങളെ റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കോൺഫിഡൻ്റ് ആയിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക. അതായത് എനിക്ക് ഇത്രയും കഴിവുകളുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇത്രയും ബെറ്റർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, സോ ഞാൻ ഒരാളോട് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യത ഇല്ലല്ലോ, കുറവല്ലേ, ബിക്കോസ് ഞാൻ ഇത്രയും കഴിവുകളുണ്ട് എന്നുള്ള കാര്യം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ആരെയാണോ സ്നേഹിക്കുന്നത് അവർ മറ്റാരെയും സ്നേഹിക്കുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. അങ്ങനെയല്ല വേറെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യത ഒരുപാടാണ്, അതായത് അത് കൂടുതലാണ്. അപ്പൊ നമുക്ക് നിങ്ങളെ സ്നേഹിക്കുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. നിങ്ങൾ ആ ഒരു കാര്യം മനസ്സിലാക്കുന്നതിന്റെ കൂട്ടത്തിൽ കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയിട്ട് മാറാനായി ശ്രമിക്കുക. അതായത് നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുക, നിങ്ങളെ അവർ സ്നേഹിക്കും, നിങ്ങളെ കിട്ടുന്നത് അവരുടെ ഭാഗ്യമാണ് എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കുറച്ച് ഹൈ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ പേടി എന്ന് പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ മാറി കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ആരെങ്കിലൊക്കെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഉള്ളിൽ ചെറിയൊരു ഇഷ്ടമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ അത് കുറച്ച് നാളായിട്ടുണ്ട്, മാറുന്നില്ല, എന്തായാലും പറഞ്ഞേ പറ്റൂ, എന്നാൽ കുറച്ച് പേടിയുണ്ട്, ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ ഈ കാര്യം നിങ്ങളത് ഫോളോ ചെയ്താൽ മതി. പേടി മാറി കിട്ടും, 100% ഉറപ്പാണ്. ദെൻ പോയി പ്രപ്പോസ് ചെയ്യുക. അപ്പോൾ ഉള്ളിൽ എപ്പോഴും വെക്കുക, റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നൊരു ചിന്ത. എന്നാൽ കിട്ടിയാലോ, ഒരു ലൈഫല്ലേ എന്ന് വേണം ചിന്തിക്കാനായിട്ട്. കിട്ടിക്കഴിഞ്ഞാൽ അത് ഭാഗ്യമാണ്, നിങ്ങൾ ആഗ്രഹിച്ച ലൈഫ് നിങ്ങൾക്ക് കിട്ടുന്നു എന്ന് വേണം ചിന്തിക്കാനായിട്ട്. അഥവാ കിട്ടിയില്ലെങ്കിൽ എന്താ കുഴപ്പമില്ല, ആ രീതിയിൽ പൊക്കോട്ടെ, എന്നാലും പറയാൻ പറ്റിയല്ലോ എന്ന് വേണം നിങ്ങൾ ചിന്തിക്കാനായിട്ട്. ആ രീതിയിൽ മുന്നോട്ട് പോവുക. എപ്പോഴും ഈ ഒരു കുറച്ച് പോയിന്റ്സ് ഉണ്ട്, അത് ഫുള്ളായിട്ടൊന്ന് മനസ്സിൽ വെക്കുക, ഫോളോ ചെയ്യുക. എന്തായാലും നിങ്ങൾ പോയി പറയാൻ ശ്രമിക്കുക. ഇത് ഫോളോ ചെയ്താൽ എന്തായാലും നിങ്ങളുടെ ആ ഒരു ഭയം മാറിക്കിട്ടും. ഞാൻ പോയി പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. അഥവാ നിങ്ങൾ റിലേഷൻഷിപ്പിലായിട്ടുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ, ഇനി അഥവാ ബ്രേക്കപ്പ് ഒക്കെ സംഭവിച്ചിരിക്കുകയാണ്, സോ അതൊക്കെ നോക്കിയാവണം, അതിനെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്നൊക്കെ ആയിട്ട് ചോദിക്കുന്ന കുറേ പേരുണ്ട്. അങ്ങനെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ ആവശ്യമാണെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്